studying about animals help us. നമ്മൾ അതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആനിമൽസിന്റെ പേരാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ് ഫാത്തിമ മെഹ്റീൻ നമ്മൾ പഠിച്ച ആനിമൽസ് ഏതൊക്കെയാണ് മോളെ? Hen, rabbit, dog, cat, duck, horse, cow, donkey, fish, goat, elephant, sheep. Okay, animal helpers. അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആനിമൽസിന്റെ പേര് നമ്മൾ പഠിച്ചു അല്ലേ? hen, rabbit, dog, cat, duck, horse, cow, donkey, fish, goat, elephant, sheep. നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ആനിമൽസ് ആണല്ലേ? ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീടുകളിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളർത്താറുണ്ട് അല്ലേ? അപ്പൊ നിങ്ങള് ഇതിന്റെ പേര് പഠിക്കുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ചെറുതായിട്ട് എഴുതാനും കൂടെ നോക്കണം കേട്ടോ. ബുക്കില് നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ, ഈ വേർഡ്സ് ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് എഴുതി നോക്കണം. സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുകയും വേണം. ഓക്കെ, എന്താണ് ഹൈൽജോ? ഭയങ്കര കുഴപ്പാണല്ലോ. ഇവിടെ ശ്രദ്ധിച്ചേ. ഓക്കെ, ദെൻ എന്താണ്? മിസ്സിന്റെ അടുത്ത് കുറെ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ? നമ്മള് ഈ ആനിമൽസ് തന്നെയാണ് നമ്മളിപ്പോ പഠിച്ച അതേ ആനിമൽസ് തന്നെയാണ്. ഇതെന്താണ്? Cow. കൗ. ഓക്കെ, ഇത് എന്താണ്? പശു ആണ് അല്ലേ? കൗ. കൗ, COW, കൗ. COW, കൗ. നമ്മൾ പഠിച്ചതാണ് അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ ഇതിനെ കാണാൻ? ഉണ്ടോ? ഉണ്ട്. Then next പേജില് പേജ് നമ്പർ 68, പേജ് നമ്പർ 68 നമ്മുടെ നെക്സ്റ്റ് പേജ്. അവിടെ some animals lives in jungle. നമ്മള് നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ? കുറെ ആനിമൽസ് എവിടെയുണ്ട്? നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ആനിമൽസ് ഉണ്ട് അല്ലേ? ഡൊമസ്റ്റിക് ആനിമൽസ്. ആനിമൽസ് live with human beings. നമ്മുടെ മനുഷ്യന്മാരുടെ കൂടെ തന്നെ വളരുന്ന കുറെ ആനിമൽസ് ഉണ്ട്. നമ്മുടെ ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യും? നമ്മുടെ വീടുകളിൽ തന്നെ വളർത്തും. Then wild animals ഉണ്ട്. ഡൊമസ്റ്റിക് ആനിമൽസ് ആൻഡ് വൈൽഡ് ആനിമൽസ്. വീട്ടിൽ വളർത്തുന്നതുമുണ്ട്, കാടുകളിൽ തന്നെ ജീവിക്കുന്ന ആനിമൽസും ഉണ്ട് അല്ലേ? വൈൽഡ് ആനിമൽസ് ആർ ദ ആനിമൽസ് lives in jungle. കാടുകളിൽ വളരുന്ന ആനിമൽസ് അല്ലേ? കാടുകളിൽ തന്നെയുള്ള കുറെ മൃഗങ്ങളുണ്ട് അല്ലേ? അപ്പൊ അവരെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയാ അല്ലേ? നിങ്ങൾക്ക് പേടിയുണ്ടോ വൈൽഡ് ആനിമൽസിനെ? അവരെന്ത് ചെയ്യും? നമ്മളെ അറ്റാക്ക് ചെയ്യും അല്ലേ? വൈൽഡ് ആനിമൽസ് എന്താണ്? നമ്മളെ ഹ്യൂമൻ ബീങ്സിനൊക്കെ കണ്ടാൽ ചിലപ്പോ അറ്റാക്ക് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ ഡൊമസ്റ്റിക് ആനിമൽസ് ആൻഡ് വൈൽഡ് ആനിമൽസ്. Animals help us and animals lives with a human being is called domestic animals, and wild animals are the animals live in jungle. കാടുകളിൽ തന്നെ ജീവിക്കുന്ന കുറെ ആനിമൽസ് ഉണ്ട്. അവരെയാണ് എന്ത് പറയാറ്? നമ്മള് വൈൽഡ് ആനിമൽസ് എന്ന് പറയാറ്. ഓക്കെ, അപ്പോ കുറെ ആനിമൽസിന്റെ എന്താണ് പിക്ചേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ഏതൊക്കെയുണ്ട്? വൈൽഡ് ആനിമൽസും ഉണ്ട്, ഡൊമസ്റ്റിക് ആനിമൽസും ഉണ്ട് അല്ലേ? നമ്മളപ്പോ ഡൊമസ്റ്റിക് ആനിമൽസിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കൗ, ഡോഗ്, ക്യാറ്റ് ഇതൊക്കെ എന്താണ്? ഡൊമസ്റ്റിക് ആനിമൽസ് ആണ്. ദെൻ വൈൽഡ് ആനിമൽസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇത് എന്താണെന്ന് അറിയാമോ? നോക്കൂ, എന്താണിത്? Which animal is this? ഇത് എന്ത് ആനിമൽ ആണ്? ഇത് എന്ത് ആനിമൽ ആണ് ഉമർ? ഇതിനെ കണ്ടിട്ടുണ്ടോ? Which animal is this? Can you identify this picture? ഇത് എന്താണ്?
ഓക്കെ, ദിസ് ഇസ് കങ്കാരു അല്ലേ? കങ്കാരു ആണ് ഇതല്ലേ? കണ്ടിട്ടുണ്ടോ ഇതിനെ? ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? നോക്കൂ, ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഇതിന്റെ വയറിൽ എന്തുണ്ട്? ഒരു ബാഗ് ഉണ്ട് അല്ലേ? അതിന്റെ ദേഹത്ത്, അതിന്റെ വയറിൽ എന്തുണ്ട്? ഒരു സഞ്ചി പോലുള്ള ഭാഗമുണ്ട്. അവിടെയാണ് അത് എന്ത് ചെയ്യുക? അതിന്റെ കുഞ്ഞിനെ എപ്പോഴും ഹോൾഡ് ചെയ്ത് പിടിക്കുക അവിടെയാണ്. ഈ കങ്കാരു എവിടെ പോകുമ്പോഴും എന്തുണ്ടാകും? അതിന്റെ വയറിന്റെ അടുത്തുള്ള ആ സഞ്ചി പോലുള്ള സ്ഥലത്ത് എന്ത് ചെയ്യും? അത് അതിന്റെ കുഞ്ഞിനെയും കൂടി ഇരുത്തിയിട്ടാണ് പോവുക. കണ്ടോ അത്? കങ്കാരുവിന്റെ കുട്ടിയുമാണ് പോകുന്നത് അല്ലേ? നോക്കിയേ, കണ്ടോ? അതിന്റെ വയറിന്റെ അടുത്ത് കണ്ടോ? നിങ്ങള് എവിടെയെങ്കിലും പോകുമ്പോ നിങ്ങളുടെ അമ്മമാർ എന്ത് ചെയ്യാറുണ്ട്? നിങ്ങളെ എടുത്തോണ്ട് പോവാറില്ലേ? അപ്പൊ അതുപോലെയാണ് ഇതല്ലേ? കങ്കാരു എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യും? അതിന്റെ കുട്ടീനെയും കൂടെ എടുത്തോണ്ട് പോവും. കണ്ടില്ലേ? ഇങ്ങനെയാണ് കങ്കാരു അതിന്റെ കുട്ടിയും കൂടെ പോവാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടി? അപ്പൊ ഇതാണ് കങ്കാരു. ഇത് എവിടെയാണ് ഉണ്ടാവുക? കാടുകളിലാണ് അല്ലേ? നമ്മൾ ഇതിന് വീടുകളിലൊന്നും വളർത്താറില്ല. ഇതെന്താണ്? ഒരു വൈൽഡ് ആനിമൽ ആണ്. ഇത് lives in jungle. ഇത് എപ്പോഴും എന്താണ്? കാടുകളിൽ തന്നെയാണ് ഉണ്ടാവുക. നമ്മുടെ നാട്ടിലൊന്നും ഇതിനെ വളർത്താറില്ല അല്ലേ? അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇതിന്റെ വയറ്റിൽ എന്തുണ്ട്? വയറിന്റെ ഭാഗത്ത് ഒരു സഞ്ചി ഉണ്ട് അല്ലേ? അവിടെയാണ് അത് എപ്പോഴും അതിന്റെ കുട്ടീനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് എവിടെ പോകുമ്പോഴും കൊണ്ടുപോവുക. കണ്ടോ? ഇതിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനെ? ഇല്ലല്ലോ. ഇതാണ് കങ്കാരു. lives in jungle. കാടുകളിലാണ് ഇത് താമസിക്കുക. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇതിന്റെ വയറിന്റെ ഭാഗത്തുള്ള സഞ്ചിയിലാണ് ഇത് എപ്പോഴും അതിന്റെ കുട്ടീനെ ഹോൾഡ് ചെയ്തിട്ട് എവിടെ പോകുമ്പോഴും എടുത്തുകൊണ്ട് ഇങ്ങനെ പോകും അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ അമ്മമാര് പോകുമ്പോ നിങ്ങളെ എടുത്തോണ്ട് പോകുന്ന പോലെയാണ് ഇത്. കങ്കാരു എപ്പോഴും അതിന്റെ കുട്ടീനെ ഇങ്ങനെ എടുത്തിട്ടാണ് എല്ലായിടത്തും പോവാറ്. Okay, this is kangaroo lives in jungle. Okay, then another picture. Okay, എന്താണിത്? Can you see it? എന്താണിത്? എന്താണ് എയ്ഡൻ തോമസ് ഇത്? എയ്ഡൻ തോമസ്, which animal is this? എന്താണിത്? Lion. Okay, this is lion. ഇതെന്താണ്? Lion ആണ് അല്ലേ? Lion. ഇതിന് എന്ത് പറയും മലയാളത്തില് അഭിനവ്? ഇതിന് മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? എന്ത് പറയും? ഇതിന് നമ്മള് സിംഹം എന്ന് പറയും അല്ലേ? എന്താണ് പറയാ റിയാൻ ഇതിനെ? അൺമ്യൂട്ട് ചെയ്ത് റിയാൻ. ഓക്കെ, ഇതിന് നമ്മൾ സിംഹം എന്ന് പറയും അല്ലേ? എന്താണ് എയ്ഡൻ ജെ മാത്യു? നമ്മൾ ഇതിന് എന്താണ് പറയാറ് എയ്ഡൻ? ഓക്കെ, മലയാളത്തിൽ നമ്മൾ ഇതിന് എന്ത് പറയും? സിംഗം എന്ന് പറയല്ലേ? സിംഗം എന്നാണോ പറയാറ്? എയ്ബൽ സിൻഡോ, ഇതിന് നമ്മൾ എന്ത് പറയും? വാട്ട് ഇസ് ദിസ്? എന്താണ് ഓക്കെ, മലയാളത്തിൽ നമ്മൾ ഇതിന് എന്ത് പറയും? സിംഗം. ഓക്കെ, അൻവിത ഇതിന് നമ്മൾ എന്താ പറയാ അൻവിത? അൻവിത കുട്ടി ഇതെന്താണ്? ലയൺ. മലയാളത്തിൽ എന്ത് പറയും നമ്മള്? സിംഹം. സിംഹം എന്നാണോ പറയാറ്? ഓക്കെ, ആദിഷ് എന്താണിത്? ഓക്കെ, സിംഹം. ആദിശ്രീ ഇതെന്താണ്? എന്താണ്?
എന്താണ് ആദിശ്രീ? ഒന്നുകൂടെ പറയാൻ. സിംഹം. ഓക്കെ, സിംഹം. ഓക്കെ, ഇഷാനി ഇതെന്താണ് ഇഷാനി? സിംഹം. സിംഹം. ഓക്കെ, സിംഹം. ഓക്കെ, ഹൈജോ ഇത് എന്താണെടാ? എന്താണിത്? ലയൺ. ഇതിന് മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? സിംഹം. ഓക്കെ, ഫാത്തിമ മെഹ്റിൻ എന്താണ് മോളെ ഇത്? എന്താണ്? സിംഹം. സിംഹം. ഓക്കെ, ഗുഡ്. സിംഹം. ഉമർ ഇതെന്താണ് ഉമർ? എന്താണ്? എന്താണ്? ഓക്കെ, സിംഹം. നമ്മള് സിംഹം, സിംഹം, സിംഹം എന്നൊക്കെ പറയല്ലേ? ഇതെന്താണ്? സിംഹം അല്ലേ? സിംഹമാണല്ലേ ഇത്? ലയൺ. ഓക്കെ, ഓരോരുത്തര് എന്ത് പറഞ്ഞു? സിംഹം, ഓരോരാള് സിംഹം അല്ലേ? എന്താണ് നമ്മൾ ഇതിനെ സിംഹം എന്ന് പറയും അല്ലേ? കറക്റ്റ് പറയാറായിട്ടില്ല അല്ലേ നിങ്ങള്? സിംഹം. ഓക്കെ, സിംഹമാണ് അല്ലേ? ലയൺ. എന്താണ്? ലയൺ എന്ന് പറയാൻ ഈസി ആണല്ലേ? അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്താൽ മതി? ലയൺ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇതെന്താണ്? സിംഹമാണ് അല്ലേ? സിംഹം, ലയൺ. ഓക്കെ, then this wild animal ഇതെവിടെയാണ്? കാട്ടിലാണ് ഉണ്ടാവുക അല്ലേ? ഇത് കാട്ടിൽ തന്നെയാണ് താമസിക്കാറ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനെ? ഇതിനെ ഏതെങ്കിലും വീടുകളിലോ മറ്റോ കണ്ടിട്ടുണ്ടോ? Yes or no? No. അപ്പൊ ഇതെന്താണ്? ഇത് കാട്ടിൽ തന്നെയാണ് ഉണ്ടാവുക. ഇത് നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും? നമ്മളെ പിടിച്ച് കടിച്ചു മുറിച്ച് തിന്നാണ് ചെയ്യാറ് സിംഹം അല്ലേ? ഇതിനെ കണ്ടിട്ടുണ്ടോ? ടിവിയിലും ബുക്സിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നേരിട്ട് ആരും കാണാൻ ചാൻസ് ഇല്ല അല്ലേ? ഇതെന്താണ്? ഇത് കാടുകളിൽ തന്നെയാണ് എപ്പോഴും താമസിക്കാറ്. നാട്ടിലോട്ട് വരാറൊന്നും ഇല്ല അല്ലേ? ഇത് എപ്പോഴും എന്താണ്? വലിയ കാടുകളിലൊക്കെയാണ് ഉണ്ടാവുക. ലയൺ, സിംഹം ഇസ് എ വൈൽഡ് ആനിമൽ. ഇതെന്താണ്? ഒരു വൈൽഡ് ആനിമൽ ആണ് അല്ലേ? വന്യജീവിയാണ് അല്ലേ? കാണാൻ എങ്ങനെയുണ്ട്? അതിന്റെ മുഖം കണ്ടോ? പേടിയാവുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, ദിസ് ഇസ് എന്താണ്? റിയാന്റെ അടുത്ത് എന്താണ്? അതാ നോക്കൂ, റിയാന്റെ അടുത്ത് ഒരു ലയൺ ഉണ്ട് ഇല്ലേ റിയാൻ? റിയാന്റെ അടുത്ത് എന്താണ്? ഒരു ലയണിന്റെ ഒരു ടോയ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ദിസ് ഇസ് ലയൺ. ഓക്കെ റിയാൻ. ഓക്കെ, ദിസ് ഇസ് ലയൺ. It's a wild animal, lives in jungle. Then വേറൊരു പിക്ചർ ആണ്. ആരാണിത്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ, റിയാന്റെ അടുത്ത് കുറെ വൈൽഡ് ആനിമൽസിന്റെ ഉണ്ട് അല്ലേ റിയാൻ? ആരാണ് വാങ്ങിച്ചു തന്നത് ഇത്? മാമൻ വാങ്ങിച്ചു തന്നെയാണോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ റിയാന്റെ അടുത്ത് കുറെ വൈൽഡ് ആനിമൽസിന്റെ ടോയ് ഉണ്ട് അല്ലേ? കുറെ ഉണ്ട് ആനിമൽസിന്റെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ റിയാൻ. വെരി ഗുഡ്. ആൻഡ് അഭിനവ്, ലിസൺ. എന്താണിത് മോനെ? ഇതിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണിത്? അഭിനവ്, ഞാൻ അച്ഛനോട് പറയും. ജിറാഫ് എന്ന് പറയാം. എന്താണിത്? ഓക്കെ, ജിറാഫ്. ജിറാഫ് ആണ് അല്ലേ ഇത്? ജിറാഫ്. ഇതിനെന്താ പറയാ? ജിറാഫ് അല്ലേ? ഇതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതും ഒരു വൈൽഡ് ആനിമൽ ആണ് അല്ലേ? ഇതെപ്പോഴും കാട്ടിൽ തന്നെയാണ് ഉണ്ടാവുക. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇതിന്റെ നീളമുള്ള കഴുത്താണ് അല്ലേ? നല്ല നീളമുള്ള കഴുത്തുണ്ടല്ലേ? ഇതിനെന്തിനാണെന്നറിയോ ഇത്ര നീളമുള്ള കഴുത്ത്? ഇതിനിങ്ങനെ നിന്നിട്ട് വേണം, വലിയ മരത്തിന്റെ മുകളിലുള്ള ഇലയൊക്കെയാണ് ഇത് കഴിക്കാറ്. അപ്പൊ എന്ത് ചെയ്യാം? ഇതിന് ഇങ്ങനെ നിന്നാൽ തന്നെ വലിയ മരത്തിന്റെ മുകളിലുള്ള ഇലകളൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും അല്ലേ?
പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇതിന്റെ ഏറ്റവും വലിയ നീളമുള്ള കഴുത്താണ്. പിന്നെ അതുകൂടാതെ ഇതെന്താണ്, ഇത് ഇരിക്കാറേ ഇല്ല, ഇത് എപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യാറ്. ഇത് ഉറങ്ങുമ്പോഴും ഒക്കെ നിന്നിട്ടാണ് ഉറങ്ങാറ്. വല്ലപ്പോഴും വളരെ റെയർ ആയിട്ട് മാത്രമേ ഇത് എവിടെയെങ്കിലും ഇരിക്കാറുള്ളൂ. അല്ലാതെ എപ്പോഴും ഇതിങ്ങനെ നിൽക്കുക തന്നെയാണ് ചെയ്യാറ്. നിന്നിട്ടാണ് ഉറങ്ങുകയും കൂടെ ചെയ്യുന്നത്. ജിറാഫ്, ഇത് എന്താണ്, ഒരു വൈൽഡ് ആനിമൽ ആണ്. ദിസ് എ വൈൽഡ് ആനിമൽ. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണ്, നല്ല ലെങ്ത് ഉള്ള ഒരു കഴുത്തുണ്ട് ഇല്ലേ ഇതിന്. പിന്നെ ഇതിനെന്താണ്, കാട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാല് ഇതിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെ നിന്നിട്ട് തന്നെ ഇതിന് കാണാൻ വേണ്ടി പറ്റും അല്ലേ. നല്ല നീളമുള്ള കഴുത്തുണ്ട്. അപ്പൊ എങ്ങോട്ടെങ്കിലും എത്തി നോക്കേണ്ട കാര്യമൊന്നും ഇല്ല അല്ലേ. നല്ല ലെങ്ത് ഉള്ള എന്തുണ്ട്, ഒരു നെക്ക് ഉണ്ട് ഇതിന്. അപ്പൊ ഇതിന് എന്ത് ചെയ്യാം, ആരെങ്കിലും ഇതിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിന് വളരെ ദൂരത്തു നിന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും അല്ലെ. നല്ല നീളമുള്ള കഴുത്തായതുകൊണ്ട് എന്ത് ചെയ്യാം, ദൂരെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാല് ഇത് ഒരിക്കലും ഇരിക്കാറേ ഇല്ല. വല്ലപ്പോഴും വളരെ റെയർ ആയിട്ട് മാത്രമേ ഇത് ഇരിക്കാറുള്ളൂ. എപ്പോഴും ഇതിങ്ങനെ നിൽക്കുക തന്നെയാണ് ചെയ്യാറ്. നിന്നിട്ട് തന്നെയാണ് ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. ജിറാഫ്. Okay, giraffe is a wild animal. Okay, കണ്ടോ giraffe. Then ഇതാരാണെന്ന് നോക്കൂ. Who is this? ഇതാരാണ് ഷാനി? Tiger. Yeah, this is tiger. The tiger ആണല്ലേ, tiger. അറിയാമോ ഇതിനെ? കണ്ടിട്ടുണ്ടോ ഇതിനെ? ടൈഗർ. ആ, കണ്ടിട്ടില്ല അല്ലേ. ഇത് ടൈഗർ ആണല്ലേ. എന്താണ് ടൈഗർ? ടൈഗർ ഇതും ഒരു വൈൽഡ് ആനിമൽ ആണ് അല്ലേ. ലയണിന്റെ ഒക്കെ ഫ്രണ്ട് ആണല്ലേ. ലയണിന്റെ ഒക്കെ ഫ്രണ്ട് ആണ്. ഒരു വൈൽഡ് ആനിമൽ ആണ്. മനുഷ്യന്മാരൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും, അടിച്ചു മുറിച്ച് തിന്നു കളയും അല്ലേ ഇത്. ഓക്കേ, ഇതെന്താണ്, കടുവ അല്ലേ. ഇത് എന്താണ്, ടൈഗർ. ഓക്കേ, ഇതെന്താണ്, കാടുകളിലൊക്കെയാണ് ഉണ്ടാവുക അല്ലെ. നമ്മുടെ നാട്ടിലോട്ടൊന്നും വരാറുണ്ടോ? ഇല്ലല്ലോ. ഇത് എപ്പോഴും കാടുകളിൽ തന്നെയാണ് ഉണ്ടാവുക. ഇത് എന്താണ്, ഒരു വൈൽഡ് ആനിമൽ ആണ് അല്ലേ. ആൻഡ് മനുഷ്യന്മാരൊക്കെ എന്ത് ചെയ്യും, ഇത് നിങ്ങളെയൊക്കെ കണ്ടാല് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ കുസൃതി കളിച്ചിരിക്കുന്ന ഹൈൽ ജോനൊക്കെ പോലെയുള്ള പിള്ളേരൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും, ഇത് കാട്ടിലോട്ട് കടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് പറയുന്നത്, എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കണം എന്ന്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് വരും രാത്രിയിൽ ഉറങ്ങുമ്പോ വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ അറിയാതെ നിങ്ങളെ കടിച്ചിട്ട് പോവും, കാട്ടിൽ കൊണ്ടുപോകും. പിന്നെ ക്ലാസ്സിൽ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ നന്നായി ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? This is tiger. Okay, tiger. Then അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വൈൽഡ് ആനിമൽസും ഉണ്ട്. Then വൈൽഡ് ആനിമൽസും ഉണ്ട്, ഡൊമസ്റ്റിക് ആനിമൽസും ഉണ്ട്. നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീടുകളിൽ വളർത്തുന്ന കുറെ ആനിമൽസ് ഉണ്ട് അല്ലേ. അവരെയാണ് നമ്മൾ എന്ത് പറയാറ്, ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയാറ്. ആനിമൽസ് lives in human beings, lives with a human being. മനുഷ്യന്മാരുടെ കൂടെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന ആനിമൽസ്. Then next, wild animals. Wild animals are the animals lives in jungle. കാടുകളിൽ തന്നെ വളരുന്ന കുറെ ആനിമൽസും ഉണ്ട് അല്ലേ. അവരെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയാറ്. അപ്പൊ വൈൽഡ് ആനിമൽസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കംഗാരു, ലയൺ, ജിറാഫ്, ടൈഗർ. 4 എണ്ണം നമ്മൾ പറഞ്ഞു അല്ലേ. 4 എണ്ണം നമ്മൾ പറഞ്ഞു. കംഗാരു, ലയൺ, ജിറാഫ്, ടൈഗർ. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് വായിക്കാൻ അറിയാമോ? നിങ്ങൾ പഠിക്കുന്നുണ്ടോ അതൊക്കെ?
ഇഷാനി ആ കങ്കാരു എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ഒന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി ഇഷാനി. ഓക്കെ, കങ്കാരു. KANGAROO. ഓക്കെ, കങ്കാരു സ്പെല്ലിങ്ങും കൂടെ നിങ്ങൾ പഠിക്കണം കേട്ടോ. വേർഡ്സ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിന്റെ സ്പെല്ലിങ്ങും കൂടെ പറയാൻ വേണ്ടി ഒന്ന് പഠിക്കണം. ഓക്കെ, ആദിശ്രീ ആ കങ്കാരു എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ ആദിശ്രീ. KANGAROO. Kangaroo. Okay, KANGAROO. Kangaroo. Aiden, ആ കങ്കാരു എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ എയ്ഡൻ ജെ മാത്യു. Okay, kangaroo. KANGAROO. അഭിനവ്, ആ കങ്കാരുവിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ അഭിനവ്. Kangaroo. 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 Then Abel Sindo, കങ്കാരുവിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ മോനെ. Okay, KANGAROO. Kangaroo. ഫാത്തിമ മെഹ്റിൻ, ആ കങ്കാരുവിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ മോളെ. KANGAROO. 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 Then Aiden Thomas, unmute ചെയ്തേ. KANGAROO. Okay, ഉമർ ഒന്ന് പറഞ്ഞേ ഉമർ. Okay, KANGAROO. Kangaroo. ഹൈൽജോ, ആ കങ്കാരുവിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ ഹൈൽജോ. KANGAROO. അൻവിത കുട്ടി,
അൺമ്യൂട്ട് ചെയ്തേ മോളെ. എന്താണ് മോളെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നില്ല അല്ലേ? എന്താണ്? ഓക്കെ, മോളോട് ചോദിക്കാട്ടോ. ആദീഷ് ഒന്ന് പറഞ്ഞേ. ആദീഷ് പറ. K A N G നോക്ക്, അക്ഷരം നോക്കി വായിക്കേ. A R ഇതൊന്ന് അക്ഷരം. O O Kangaroo. ഓക്കെ. KANGAROO കങ്കാരു. ഓക്കെ, അപ്പൊ ഇത് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇതിന്റെ സ്പെല്ലിങ്ങും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം വായിക്കാൻ വേണ്ടി. നമ്മുടെ ടൈം ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ നെക്സ്റ്റ് മാത്സിന്റെ ക്ലാസ്സിൽ മിസ് തന്നെയാണ് വരിക. നമ്മുടെ ടൈം ഇതാ കഴിയാൻ പോവാണ്. 1 മിനിറ്റേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നമുക്ക്. ഓക്കെ, അപ്പോഴേക്ക് നന്നായിട്ട് ഇതൊക്കെ നോക്കി അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ, എല്ലാം LI O L